ഹലോ മക്കളെ, ബോർഡ് എക്സാം വന്നാറായി. ചുരുങ്ങിയ മാസം മാത്രം ബാക്കി. ഇപ്പോൾ എല്ലാവരും ടെൻഷനിലായിരിക്കും. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് ചിന്തിക്കുന്ന നിമിഷം. ഒറ്റ കാര്യം പറയട്ടെ, ഈ കാണുന്ന വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വീഡിയോയുടെ യൂസ്ഫുൾനെസ് എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും. ഫുള്ളി കാണണം, ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇറ്റ് ഡിസൈഡ്സ് യുവർ ഫ്യൂച്ചർ ഗൈസ്. എങ്ങനെ പഠിക്കണം എന്ന് ചോദ്യം ഭയങ്കരമായിട്ട്. ഒരു പാഠം പഠിക്കുന്നു, ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നു. സംടൈംസ് എനിക്ക് മാർക്ക് കിട്ടും, സംടൈംസ് മാർക്ക് കിട്ടില്ല. ചിലപ്പോൾ എനിക്ക് ആ കാണുന്ന പാഠത്തിന് ഫുൾ മാർക്ക് ലഭിക്കാറുണ്ട്, ചിലപ്പോൾ എന്താണ് മൊത്തമായിട്ട് മാർക്ക് ലഭിക്കില്ല, കുറച്ച് മാർക്ക് പോകും. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കായി എന്തുകൊണ്ട് എനിക്ക് മാർക്ക് പോകുന്നു? നമുക്കറിയാലോ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ കാണുന്ന പ്രശ്നത്തിനാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. ആ സൊല്യൂഷനാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഏതൊരു വിഷയം പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ, അത് മാത്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ടെക്സ്റ്റിലുള്ള എല്ലാ കോണ്ടന്റും ഉറപ്പുവരുത്താം. കുറേ പേര് എന്താ ചെയ്യാന്നറിയോ, ചുമ്മാ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറേ പഠിക്കും. അതല്ല വേണ്ടത്. ഒരു പാഠം പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി തന്നെ തയ്യാറാക്കണം. എങ്ങനെ? നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ ലിസ്റ്റും എഴുതണം. ഇനിയും സമയം വൈകിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ചാപ്റ്റേഴ്സിൻ്റെ ഫുൾ ലിസ്റ്റ് എല്ലാവരും എഴുതി വയ്ക്കാം. ആ കാണുന്ന ലിസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഓരോ പാഠം പഠിക്കുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഞാനിപ്പോൾ ഏതെല്ലാം പാഠം പഠിച്ചു കഴിഞ്ഞു. ഈ ചെക്ക് ലിസ്റ്റിനകത്ത് എന്തെല്ലാം വേണം? ഞാൻ ഇപ്പോൾ മാത്സിനകത്തൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ മാത്സിനകത്തുള്ള 14 ചാപ്റ്റേഴ്സിന് ലിസ്റ്റ് എഴുതി. അതാണ് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്. സെക്കൻഡ് കോളം ചെക്ക് ലിസ്റ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ മക്കളും ശ്രദ്ധിക്കണം. അവിടെ നിങ്ങൾ എല്ലാവരും എഴുതണം NCERT. എന്തിന് ആ കാണുന്ന ഒരു കോളം എഴുതണം? നിങ്ങളൊരു പാഠം പഠിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ റിയൽ നമ്പേഴ്സ് പഠിക്കുകയാണെങ്കിൽ, റിയൽ നമ്പേഴ്സ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യം NCERT ആണ്. ആദ്യമായിട്ട് NCERTക്കകത്തുള്ള എല്ലാ കാര്യവും പഠിക്കണം. അതിനുവേണ്ടിയാണ് സൈലത്തിൻ്റെ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നൽകുന്നത്. ഏറ്റവും ഗംഭീരമായിട്ട് ഒരു പാഠം എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു തരുന്ന ഞങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും, വൺ ഷോട്ട് ട്യൂഷൻ ആയിക്കോട്ടെ, ആപ്പിൽ ക്ലാസ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാ മക്കളും ആ കാണുന്ന ക്ലാസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് NCERTക്കകത്തുള്ള എല്ലാ കോണ്ടന്റും പഠിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് തിങ്. കോണ്ടന്റ് പഠിച്ചു. അപ്പോൾ കോണ്ടന്റ് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കും? അതാണ് അടുത്ത കാര്യം. നമ്മളൊരു ചെറിയ കോണ്ടന്റ് പഠിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അപ്പോൾ തന്നെ ചെയ്യുന്നു. വീണ്ടും കോണ്ടന്റ് പഠിക്കുന്നു, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അങ്ങനെ കോണ്ടന്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ് നിങ്ങൾ ഒരു പാഠം കവർ ചെയ്യേണ്ടത്. അങ്ങനെ ആ ചാപ്റ്റർ മൊത്തം പഠിച്ചതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ട വിഷയമാണ് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. NCERTക്കകത്തുള്ള എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യൻസ് എന്നാണ് മക്കളെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. അറിയാമായിരിക്കും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും NCERT ബുക്കിനകത്തില്ല. ചുരുങ്ങിയ ചോദ്യം മാത്രമേ ഉള്ളൂ. ആ കാണുന്ന ചുരുങ്ങിയ ചോദ്യം ആണ് നിങ്ങൾ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ചോദ്യം ഉണ്ടാകും, NCERT ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം പഠിച്ചു കഴിഞ്ഞോ, എല്ലാം അവസാനിച്ചോ എന്നൊരു വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ നിന്ന് കീപ്പ് അസൈഡ്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് കോളം ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ആണ്, സെക്കൻഡ് കോളം NCERT കോണ്ടന്റ്, തേർഡ് കോളം NCERT ക്വസ്റ്റ്യൻസ്. അങ്ങനെ 3 കോളം കഴിഞ്ഞു. നാലാമത്തെ കോളം, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോളം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് വേണ്ടി ഒരു കോളം. ആ കാണുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അവസാന 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മിനിമം നിങ്ങൾ ചെയ്തിരിക്കണം. അതും ഒരു സെറ്റ് എന്നല്ല, എല്ലാ സെറ്റിലെയും എല്ലാ റീജിയൻ്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്താൻ വേണ്ടി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. അതിന് വേണ്ടിയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗൈഡ്സ് എല്ലാം തന്നെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സൈലത്തിനകത്ത് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഏത് റീജിയൻ, എങ്ങനെ കേരള റീജിയൻ, ചെന്നൈ റീജിയൻ, ഡൽഹി, ഔട്ട്സൈഡ് ഡൽഹി, ഫോറിൻ, പഞ്ചാബ്, അങ്ങനെ ഏത് റീജിയൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ സൈലത്തിൻ്റെ ഗൈഡിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട വേറെ ഒന്നുമല്ല, അത്തരത്തിൽ എല്ലാ റീജിയൻ്റെയും ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് CBSE എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആർക്കെങ്കിലും സൈലം ഗൈഡ് വാങ്ങാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക, സൈലം ഗൈഡ് വാങ്ങുക. മാക്സിമം ക്വസ്റ്റ്യൻസ്, മാക്സിമം PYQs നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഓക്കെ PYQ കഴിഞ്ഞു, ചാപ്റ്ററെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയും, അവസാനിച്ചിട്ടില്ല. ലാസ്റ്റ് കോളം ബട്ട് ഓൺ ദി ലീസ്റ്റ് വൺ. അതൊന്നുമല്ല മക്കളെ, എക്സാംസ്. നിങ്ങളൊരു പാഠം പഠിച്ചുവെന്ന് എപ്പോഴാണ് മനസ്സിലാക്കുക? നമ്മൾ എക്സാം എഴുതുമ്പോൾ. എക്സാം എഴുതി എനിക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ വേണ്ടി സാധിച്ചുവെന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് യെസ് ഞാൻ മനസ്സിലാക്കുക, എനിക്ക് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും, എനിക്ക് ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും, ഞാൻ ആ കാണുന്ന ചാപ്റ്റർ മൊത്തം പഠിച്ചുവെന്ന്. അതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു, ഫസ്റ്റ് കോളം ചാപ്റ്റേഴ്സ് ലിസ്റ്റ്, സെക്കൻഡ് കോളം NCERT കോണ്ടന്റ്, തേർഡ് കോളം NCERT ക്വസ്റ്റ്യൻസ്, ഫോർത്ത് കോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഫിഫ്ത്ത് കോളം ഫൈനൽ കോളം എക്സാംസ്. ഇങ്ങനെ ഈ കാണുന്ന 5 കോളത്തിലും ടിക്ക് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പറയാൻ വേണ്ടി പാടുള്ളൂ, യെസ് ഞാൻ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. 5 കോളം ടിക്ക് വന്നാൽ എനിക്ക് പറയാൻ പറ്റും, യെസ് ഞാൻ ട്രിഗണോമെട്രി പഠിച്ചു, ട്രിഗണോമെട്രി എക്സാംസിലേക്ക് എന്താണ് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിച്ചു എന്ന് പറയാൻ പറ്റാം.
അപ്പോൾ ഇത്തരത്തിൽ പഠിക്കുക. എല്ലാവർക്കും ബോർഡ് എക്സാം ഈസിയായിരിക്കും. ഇത് മാത്സിൽ മാത്രമല്ല, എല്ലാ വിഷയവും എല്ലാവരും ഇങ്ങനെ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളോടൊപ്പം എക്കാലവും ഞങ്ങളുണ്ടാവും. ആർക്കെങ്കിലും സൈലത്തിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മക്കളെ ഇപ്പോൾ നമുക്ക് സൈലത്തിൻ്റെ അസ്ത്രബ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. VDM15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 15% ഓഫറോട് കൂടെ തന്നെ നിങ്ങൾക്ക് അസ്ത്രബ സ്വന്തമാക്കാം. മക്കളെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഏറ്റവും ഗംഭീരമായിട്ട് നമ്മൾ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ക്രാക്ക് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, ബൈ ആൻഡ് താങ്ക് യു. സൈനിങ് ഓഫ് ക്ലാസ് ഒക്കെ സംസാരിക്കുന്നത്.